ജയസൂര്യൻ സാർ, PM സൂര്യഘർ ഇന്ത്യയുടെ സൗരവിപ്ലവം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു പദ്ധതിയാണത്. പുരപ്പുറത്ത് സോളാർ പാനലുകൾ വെച്ച് അതുവഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി. ഇന്ത്യ വളരെയേറെ പ്രാധാന്യം നൽകിയ ഈ ഒരു പദ്ധതി പക്ഷേ കേരളത്തിൽ അട്ടിമറിക്കപ്പെട്ടു എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? ഒപ്പം ഈ PM സൂര്യഘർ എന്ന് പറയുന്ന ഈ പദ്ധതിയെ എങ്ങനെ വിലയിരുത്താം? ഇന്ത്യയിലെ ഊർജ ഉൽപാദന രംഗത്ത് വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു വമ്പൻ പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന എന്ന പേരിൽ അറിയപ്പെടുന്ന പുരപ്പുറ സൗരോർജ പദ്ധതി. ഈ പദ്ധതി വളരെ ലളിതമാണ്. ഇത് പുരപ്പുറത്ത് നമ്മൾ ഘടിപ്പിക്കുന്ന സോളാർ പാനലുകളിലൂടെ പകൽ സമയത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നമ്മൾ സർക്കാരിന് കൊടുക്കുന്നു. ഇപ്പൊ കേരളത്തിൽ KSEBക്ക് കൊടുക്കുന്നു. അങ്ങനെ KSEBക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആ യൂണിറ്റിന് നമുക്ക് പൈസ തരും, പണം തിരിച്ചു തരും. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആകെ വൈദ്യുതിയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ വൈദ്യുതി കുറയ്ക്കുമ്പോൾ ബാക്കി എത്രയുണ്ട് അതിന് മാത്രം നമ്മൾ പണം കൊടുത്താൽ മതി, വൈദ്യുതി ചാർജ് കൊടുത്താൽ മതി. വളരെ ലളിതമാണ്. 2.25 ലക്ഷം പേരാണ് കേരളത്തില് ഇങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടാക്കി കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ 2.25 ലക്ഷം വീടുകളുടെ മുകളിൽ ഈ സോളാർ പാനൽ പിടിപ്പിച്ചു. അങ്ങനെ പിടിപ്പിച്ചപ്പോഴേക്കും കേരളത്തിൽ ഉണ്ടായ വൈദ്യുതി എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യാവുന്ന ശേഷി 1723 മെഗാവാട്ടാണ്. 1723 മെഗാവാട്ട് കൈകാര്യം ചെയ്യാനുള്ള ഈ വലിയ പദ്ധതിയിൽ ഇതുവരെ 1375 മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു. അത്ര വേഗമാണ് ഈ പരിപാടി നടന്നത്. 78,000 രൂപ കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി ഉണ്ട്. അതുകൊണ്ട് ഏതൊരു വീട്ടിലും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത് പോലെ ഇത് വെച്ച് ഒരു 3-3.5 ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ പിന്നെ ഒരു കാലത്ത് വീട്ടില് വൈദ്യുതി സർക്കാരിനോട് മേടിക്കേണ്ടി വരികയില്ല, അങ്ങോട്ട് പോയി കൊടുത്ത് പൈസ മേടിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഈ പദ്ധതി അങ്ങ് പ്രോത്സാഹിപ്പിച്ചു. ഈ പദ്ധതി വൻ വിജയമായി. ഇനിയും ധാരാളം പേര്, ലക്ഷക്കണക്കിന് ആൾക്കാർ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ്. ഈ സമയത്താണ് ഈ പദ്ധതി അട്ടിമറിക്കാൻ CITU യൂണിയൻ തീരുമാനിക്കുന്നത്. അതായത് KSEBയിലെ ഏറ്റവും വലിയ യൂണിയൻ എന്നൊക്കെ പറയുന്നതെല്ലാം CITU യൂണിയനാണ്. അപ്പൊ അവര് പറയുന്നു ഈ പദ്ധതി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ KSEBക്ക് അപരിഹാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇത് ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, ഇതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതേക്കുറിച്ച് പഠിച്ചു, എന്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ പ്രശ്നം ഉണ്ടാകുന്നത് ഇതാണ്: കൃത്യമായ ഇലക്ട്രോണിക് മീറ്ററുകൾ വെക്കേണ്ടി വരും. ഈ മീറ്റർ വെച്ചാലുള്ള ഒരു കുഴപ്പം, ഈ പുരപ്പുറത്തുണ്ടാകുന്ന വൈദ്യുതി എത്രയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ പറ്റും. അതുകൂടാതെ ഗവൺമെന്റിലേക്ക് എത്ര വൈദ്യുതി കൊടുത്തു, ഗവൺമെന്റ് വീട്ടുകാർക്ക് എത്ര വൈദ്യുതി കൊടുത്തു, ഇതിന്റെ യൂണിറ്റ് എത്രയാണ്, അതിന് യൂണിറ്റ് കോസ്റ്റ് പ്രൈസ് എത്രയാണ്, എത്ര രൂപ വീട്ടുടമസ്ഥന് കൊടുക്കണം, എത്ര രൂപ KSEBക്ക് കിട്ടും, ഇതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടും. ഇങ്ങനെ രേഖപ്പെടുത്തുന്നത് നല്ലതല്ലേ എന്ന് നമുക്ക് ചോദിക്കാം. നമുക്ക് നല്ലതാണ്, നാട്ടുകാർക്ക് നല്ലതാണ്, പക്ഷേ യൂണിയൻകാർക്ക് നല്ലതല്ല. എന്താ കാരണം? ഇപ്പോൾ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുക. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 72% നമ്മൾ പുറത്തുനിന്ന് മേടിക്കുക. ഒരാവശ്യവും ഇല്ല. കേരളത്തിൽ ഏതാണ്ട് 50ഓളം ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങാൻ അനുമതി കിട്ടിയിട്ട് തുടങ്ങിയിട്ടില്ല. തുടങ്ങാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? ടാറ്റ, അദാനി പോലെയുള്ള വൻകിട ഊർജ ഉൽപാദന കമ്പനികളിൽ നിന്ന് കേരള സംസ്ഥാന ഗവൺമെന്റ് വൻ വില കൊടുത്ത് വൈദ്യുതി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വൈദ്യുതി മേടിക്കാനുള്ള ചെലവിന്റെ കമ്മീഷൻ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതായത് കോടിക്കണക്കിന് രൂപയുടെ വൈദ്യുതി ടാറ്റ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കുത്തകയാണ്. ടാറ്റയ്ക്കെതിരെ മുദ്രാവാക്യമൊക്കെ വിളിക്കും, അദാനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കും. എന്നിട്ട് അവരോട് പോയി വൈദ്യുതി മേടിക്കും, എന്നിട്ട് അതിന്റെ കമ്മീഷനും മേടിക്കും. ഇതാണ് ഇവിടെ നടക്കുന്ന കളി. അതിനുവേണ്ടി ഇപ്പോൾ ഈ സാങ്കേതിക പ്രശ്നം പറയുക, മീറ്റർ മാറ്റിവെക്കണം, അതുപോലെ ട്രാൻസ്ഫോമറുകൾ മാറ്റിവെക്കണം, അതുപോലെ സാങ്കേതികമായിട്ട് ഒത്തിരി ഉപകരണങ്ങൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വലിയ ഘടനാപരമായ മാറ്റം വേണ്ടിവരും. അത് വൈദ്യുതി ബോർഡിന് വലിയ നഷ്ടം ഉണ്ടാക്കും എന്നൊക്കെയുള്ള കണക്കാണ് ഇവർ അവതരിപ്പിക്കുന്നത്. കേട്ടാൽ സാധാരണക്കാരൻ വണ്ടടിച്ചു പോകും. ഈ KSEBയുടെ CITUവിന് എന്തോ ഒരു സ്നേഹമാണ് KSEBയോട്, സർക്കാരിനോട്, ജനങ്ങളോട് എന്ന് തോന്നിപ്പോകും. അതിന്റെ ഉള്ളിലുള്ള കളികൾ ഇതൊന്നുമല്ല. ഉള്ളിലെ കളികൾ വേറെയാണ്. ഈ 72% വൈദ്യുതി പുറത്തുനിന്ന് മേടിക്കുന്നത് കുറയും. എല്ലാ വീടിന്റെയും മുകളിൽ പാനൽ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് വൈദ്യുതി പുറത്തുനിന്ന് മേടിക്കണ്ട. കേരളത്തിൽ ആവശ്യമുള്ള വൈദ്യുതി ഉണ്ടാക്കി ബാക്കി വിൽക്കാനും കൂടെ കിട്ടും.
ഇത് ഞാൻ വെറുതെ ഒരു കണക്ക് പറയുന്നതല്ല. ഇപ്പൊ രാജസ്ഥാനിൽ ഈ പദ്ധതി കൊണ്ടുവന്നു. 30,000 കിലോവാട്ട് മെഗാവാട്ടാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഗുജറാത്തിൽ ഈ പദ്ധതി കൊണ്ടുവന്നു 20,000 മെഗാവാട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തില് ഏറ്റവും കുറഞ്ഞത് 10,000 മെഗാവാട്ട് എങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പക്ഷെ ഇപ്പോ 1375 മെഗാവാട്ട് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഈ 1375 എന്നുള്ളത് 10,000 ആയി കഴിഞ്ഞാൽ പിന്നെ വില കൊടുത്ത് വൈദ്യുതി പുറത്തുനിന്ന് മേടിക്കേണ്ടി വരികയല്ല. കേരളത്തിന് ആവശ്യമായ വൈദ്യുതി കേരളത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ ഇവര് കമ്മീഷൻ കിട്ടുകയില്ല. അപ്പൊ ഇപ്പൊ അദാനിയോടും ടാറ്റയോടും അതുപോലെയുള്ള മറ്റ് സ്വകാര്യ കമ്പനികളോടും വാങ്ങിക്കുന്ന വൈദ്യുതിയുടെ വിലയുടെ കമ്മീഷൻ ഇവർക്ക് കിട്ടുകയാണ്. അതാണ് ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം. അതിനുവേണ്ടി ഇവർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്ന് നോക്കിയാൽ, കേന്ദ്ര വൈദ്യുതി റെഗുലേഷൻ കമ്മിറ്റി അവർ പറയുന്നത് പുരപ്പുറത്തുണ്ടാക്കുന്ന വൈദ്യുതി സർക്കാർ മേടിക്കുമ്പോൾ 4 രൂപ 35 പൈസ യൂണിറ്റിന് കൊടുക്കണം എന്നാണ്. 4 രൂപ 35 പൈസ. കേരളം ഇത് കൊടുക്കുന്നില്ല. കേരളം കൊടുക്കുന്നത് കേവലം 2 രൂപ 15 പൈസ എന്ന് പറഞ്ഞാൽ പകുതി പോലും കൊടുക്കുന്നില്ല. പകുതി പോലും കൊടുക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതിന്റെ പകുതി പോലും കേരള ഗവൺമെന്റ് ഉപഭോക്താവിന് കൊടുക്കുന്നില്ല. ഇത് പോരാഞ്ഞിട്ട് സർചാർജ് എന്നും പറഞ്ഞ് യൂണിറ്റിന് 1 രൂപ 2 പൈസ കേരള സർക്കാർ മേടിക്കുമായിരുന്നു, KSEB. അത് വർദ്ധിപ്പിച്ചു. 1 രൂപ 1.2 പൈസ എന്നുള്ളത് 15 പൈസയായിട്ട് വർദ്ധിപ്പിച്ചു. അങ്ങനെ ഊനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ വൻതോതിൽ പുരപ്പുറ വൈദ്യുതി ഉൽപാദകരെ പിഴിയുകയാണ്. ഇവര് മടുത്തിട്ടിട്ട് പോണം. ഒരാള് പിന്നെ സോളാർ വെക്കരുത്. വെച്ചാൽ അവനെ കുത്തുവാള എടുപ്പിക്കണം. ഇതാണ് പരിപാടി. ഇതിന്റെ പിറകിലുള്ളത് അദാനി, ടാറ്റ അടക്കമുള്ള സ്വകാര്യ വൈദ്യുത ഉൽപാദക കമ്പനിയോട് കേരളത്തിലെ KSEB വൈദ്യുതി നിരന്തരം വാങ്ങിക്കുമ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കി കൊടുത്ത ട്രേഡ് യൂണിയനുകൾക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊള്ളയടിക്കുകയാണ്. കേരള ജനതയെ 3.5 കോടി ജനതയെ കൊള്ളയടിക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ വൈദ്യുതി ഉണ്ടാക്കുന്ന പച്ചവെള്ളത്തിൽ നിന്ന് പച്ചവെള്ളം ലിറ്ററിന് എന്നാ വില എന്ന് ചോദിച്ചാൽ നമ്മുടെ ആറ്റിക്കൂടെ പെരിയാറ്റിക്കൂടെ ഒഴുകി പോകുന്ന വെള്ളത്തിന് 1 പൈസയും കൊടുക്കണ്ട. എന്നിട്ട് ടാറ്റയോടും അദാനിയോടും മേടിക്കുമ്പോൾ അവര് നാഫ്ത കത്തിച്ച്, കൽക്കരി കത്തിച്ച്, ഡീസൽ കത്തിച്ച് ഒക്കെയാണ് ഈ വൈദ്യുതി ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ വില കൂടിയ വൈദ്യുതി അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നാലേ അതിന്റെ കമ്മീഷൻ കാര്യമായിട്ട് തടയുള്ളൂ. ഈ കള്ളക്കളിയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് കേരളം തിരിച്ചറിയേണ്ട ഒരു വലിയ ഞെട്ടിക്കുന്ന ഒരു വലിയ അഴിമതി കഥയാണ്. ഇതിന്റെ നഷ്ടം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹത്തിനുമാണ്. എന്തായാലും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ PM സൂര്യഘർ എന്ന് പറയുന്ന പദ്ധതിയെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ഇത് പുരപ്പുറത്ത് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ഏത് വിധത്തിൽ നേരിടണമെന്ന് KSEBക്ക് വ്യക്തമായ ചട്ടം കെട്ടിയിട്ടുണ്ട്. അതനുസരിച്ചാണ് പെരുമാറുന്നതും അല്ലെങ്കിൽ അവർ നിലപാടുകൾ എടുക്കുന്നതും. അപ്പോൾ ഇങ്ങനെ ഇത് ആരെങ്കിലും വയ്ക്കണമെന്ന് ആലോചിച്ചാൽ അല്ലെങ്കിൽ വച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ പുരപ്പുറത്തു നിന്ന് എടുത്തു മാറ്റണമെന്നും KSEBക്കും നമ്മുടെ സംസ്ഥാന സർക്കാരിനും അറിയാമെന്ന കാര്യം വ്യക്തം. താങ്ക് യു ജയസൂര്യൻ സർ.